മേലെ വാനിലായി മേഘം വന്നു ചാരേ, നീ എൻ താരമായി പയ്യെ വന്നു കൂടെ. ഓമൽ കണ്ണാൽ എന്നെ മെല്ലെ നോക്കുമ്പോൾ ഞാൻ ഈ വാതിൽ കോണിൽ നിന്നു താനേ, ആരും കാണാതെ എന്നോടൊന്നു മിണ്ടുമ്പോൾ അറിയാതെ നെഞ്ചിൽ തുണയായി. മേലെ വാനിലായി മേഘം വന്നു ചാരേ, നീ എൻ താരമായി പയ്യെ വന്നു കൂടെ. ഓമൽ കണ്ണാൽ എന്നെ മെല്ലെ നോക്കുമ്പോൾ ഞാൻ ഈ വാതിൽ കോണിൽ നിന്നു താനേ, ആരും കാണാതെ എന്നോടൊന്നു മിണ്ടുമ്പോൾ അറിയാതെ നെഞ്ചിൽ തുണയായി. പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, കൃപയും അനുഗ്രഹമൊക്കെ ചൊരിഞ്ഞ് അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഇവിടെയെല്ലാം ശക്തിപ്പെടുത്താനും ജീവിതത്തിൻ്റെ ഒരു വലിയൊരു തീരുമാനമെടുത്ത് ജീവിതത്തിനൊരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോഴും ഇവരുടെ ജീവിതം ശാസ്ത്രമാകാനായിട്ട് സുന്ദരമായി തീരുമാനിക്കും. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ച് ഇവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഇന്നത്തെ ഈ ഫംഗ്ഷനും അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന വിവാഹത്തിൻ്റെ ഫംഗ്ഷനും എല്ലാം ഭംഗിയായിട്ട് ആയിരിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ യാത്രയിലൊക്കെ ഒരപകടവും കൂടാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു രോഗമോ ഒന്നും ഒരു തടസ്സമായി തീരാതെ ഇവരെല്ലാം കാത്തു പരിപാലിക്കാനായിട്ട് സംരക്ഷിക്കുവാനായിട്ട് ഇടയാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വീഴ്പ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേളുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തും കിട്ടാതെ സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ കുടുംബത്തിലും അങ്ങ് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട രാജചേട്ടനും ഷൈനി ചേച്ചിയുടെയും അതോടൊപ്പം തന്നെ ഹോൾസിൻ്റെയും ജസ്സിയുടെയും മാതാപിതാക്കളിൽ നിന്നും ജനിച്ച് ഈ കുടുംബത്തിൽ വളരുവാനും ഉത്തമ വ്യക്തിത്വവും സൽസ്വഭാവവും രൂപീകരിക്കാനും വിളിച്ചുവരാം. അനാദി മുതലുള്ള അങ്ങേ പദ്ധതി അനുസരിച്ച് ആദത്തിന് ചേർന്ന ഇണയും തുണയുമായി ഹവ്വായെ നൽകിയതുപോലെ ജീവിത പൂർണ്ണതയിലേക്ക് വിശുദ്ധിയിലേക്ക് വളരുന്നതിനായി ബെസ്സിനെയും അതോടൊപ്പം ജസ്രിനെയും അങ്ങ് യോജിപ്പിച്ചുവല്ലോ.
സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെയും സമ്പൂർണ്ണ സ്വീകരണത്തിലൂടെയും കുടുംബജീവിതത്തിന് മാധുര്യം നുകരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹ ജീവിതം വിജയകരമാക്കുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ അങ്ങ് സംപ്രീതനാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. എഫെസ്യരുടെ ലേഖനത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുള്ളവരുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹം എന്ന കൂതാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരുന്ന ഞങ്ങളുടെ ബെസ്റ്റിനെയും ജസ്റ്റിന്റെയും ഭാവി ജീവിതം മധുരിതമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണം വരെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദാമ്പത്യശുദ്ധിയിലും നിർമ്മല സ്നേഹത്തിലൂടെയും ജീവിത സന്തോഷത്തിലേക്ക് ഇവരെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാധുര്യം നിറഞ്ഞ അങ്ങേ സ്നേഹ സാന്നിധ്യം ജീവിതത്തിലുടനീളം ഇവരുടെ കുടുംബത്തിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവരുടെ കുടുംബ ബന്ധം മലമുകളിൽ പടുത്തുയർത്തിയ പട്ടണം പോലെയും പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ദീപം പോലെയും എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും സന്തോഷത്തിന് കാരണമാകുന്നതിന് ഇടയാക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമുക്ക് ബിസ്നെയും കൃത്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. തിരുകുടുംബത്തിൻ്റെ മാതൃകയിലുള്ള കുടുംബ ജീവിതത്തിലേക്ക് ഇവരെ നയിക്കുവാനിട്ടിടയാണ് പ്രാർത്ഥിക്കാം. ലഘുവിയും ഐശ്വര്യമൊക്കെ നൽകുവാനിട്ടിടയാണ്. ഇവര് ഒന്നാകരൻ്റെ പാതയിലേക്ക് എത്തുമ്പോൾ, ഞാനെന്നുള്ളത് ഞങ്ങളെന്ന പാതയിലേക്ക് എത്തുമ്പോൾ പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, ഹൃദയത്തിൽ ഓരോ നിമിഷവും നിലനിൽക്കുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ പരിശുദ്ധമ്മേ, തിരുകുടുംബ ധനനാഥനായ വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥാനായ വിശുദ്ധ യോസേപ്പിതാവേ, ഇവരോടൊപ്പം ആയിരിക്കണമേ. ഇവരെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അതോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരുടെയും യേശുവിൻ്റെയും യേശുവിൻ്റെയും പേരിൽ കാണപ്പെടുന്ന വിശുദ്ധരെ ഇവർക്ക് വേണ്ടിയിട്ട് ആദ്യം അപേക്ഷിച്ച് ഇവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. നമുക്ക് തിരുവിച്ച് നന്മ പറഞ്ഞ സ്വസ്തി. കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ദാമ്പത്യ ജീവിതം മധുരതരമാക്കുവാനും വിവാഹം എന്ന കൂതാശ സ്ഥാപിച്ച ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റിനെയും ജസറിനെയും ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ മധുര ഭോജനം ദയാപൂർവ്വം ആശീർവദിക്കണമേ. കുടുംബത്തിൽ നിറയുന്ന ദൈവ സാന്നിധ്യം വഴി ദാമ്പത്യത്തിൻ്റെ സ്നേഹമാധുര്യം എന്നും നുകരുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദാമ്പത്യം മധുരമുള്ളതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ, അങ്ങ് ദമ്പതിമാരുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ വരപ്രസാദം ഞങ്ങളുടെ കുടുംബത്തിലും നിറയ്ക്കണമേ. വിവാഹം വഴി പരസ്പര ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരുടെ കുടുംബങ്ങൾ മാനുഷിക ബന്ധത്തിലെയും ദൈവിക പദ്ധതിയുടെയും മാധുര്യം നിവർന്ന് ജീവിതം സമ്പൂർണ്ണമാകട്ടെ. ദൈവാശ്രയബോധവും ത്യാഗമനോഭാവം വഴി
സകലങ്ങൾ സന്തോഷമാക്കുവാനും കയ്പുകൾ മധുരമുള്ളതാക്കുവാനുള്ള കഴിവ് ഇവർക്ക് നൽകണമേ. അങ്ങേ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ഇവരുടെ വൈവാഹിക ബന്ധം സ്വർഗീയമാക്കട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ സ്നേഹം മാധ്യസം ഈ കുടുംബത്തിൽ എന്നും നിറയുവാനായിട്ട് ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് തിരുക്കുടുംബത്തിലെ നാഥനായ വിശ്വയിലാമിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് ക്രിസ്റ്റിൻ്റെയും ജസ്റ്റിൻ്റെയും പേരിൽ കാണുന്നവരായ വിശുദ്ധ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എല്ലാ കൃപയും ഐശ്വര്യവും ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ടും ഇടയാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വേണ്ട വേണ്ട ആ കൊടുത്തു. ഇതൾ മൂടുമീ ദിനങ്ങൾ വരാം നിറമേകും കനവായി. എന്നും ഒന്നായി നമ്മൾ കൈകൾ കോർക്കുമ്പോൾ കാണാലോകം പയ്യെ കണ്ടു താനേ. തീരാമോഹം തമ്മിൽ ഒന്നു ചേരുമ്പോൾ അറിയാതെ നെഞ്ചിൽ ഉയരാ. Good evening, ladies and gentlemen. ഹലോ. സഹൃദയരുടെ ശ്രദ്ധയ്ക്ക് ഈ സുന്ദര സായാഹ്ന സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രൈഡും അവരുടെ ഫാമിലിയും എത്തിച്ചേരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. നമുക്കെല്ലാവർക്കും അപ്പോഴേക്കും കൊടകര എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എത്തിച്ചേരട്ടെ, അപ്പോഴേക്കും നമുക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. ചെക്കനെ കണ്ടവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചെക്കനെ കാണാനില്ലല്ലോ. കല്യാണ ചെക്കനെ കണ്ടവരുണ്ടോ? കല്യാണ ചെക്കൻ റെഡിയായി താഴെ ഉണ്ടായിരുന്നു. പ്രേയർ കഴിഞ്ഞപ്പോ പിന്നെയും മേക്കപ്പ് ടച്ചപ്പ് ചെയ്യാൻ പോയതാ. ഇത് ഇപ്പൊ നിങ്ങളെല്ലാം നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഇങ്ങനെ കൂടുതൽ ചടങ്ങുകൾ കൂടിയ ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇതിന്റെ എങ്ങനെയാണ് ഈ ഒഫീഷ്യൽ സെറിമണികൾ എങ്ങനെ നടത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? നമ്മൾ ഈ സെർച്ച് ചെയ്തിട്ടും പലതും കണ്ട ചുരുക്കം ചില സെറിമണികളുടെ ബേസിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പം മധുരം വെപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഷെയറിങ് ഓഫ് സ്വീറ്റ്നെസ് ആണല്ലോ. നമ്മൾ കുടുംബാംഗങ്ങളും സ്നേഹിതരും എല്ലാവരും ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ മധുരം പങ്കുവെക്കുന്നു. അതാണ് ഈ സെറിമണി. ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സെറിമണിയാണ്. ഭയങ്കര ഫോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ തമ്മിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ച് DJ പാർട്ടി ഡാൻസ് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു ഈവനിങ് ആണ്. നമ്മൾ ഒരുപാട് പരിപാടികൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക്
അടിപൊളിയാക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും കോപ്പറേഷൻ വേണം അല്ലേ? യെസ്. ബെസ്റ്റിനെവിടെ? വന്നിട്ടുള്ള എല്ലാവരും ഇവിടെ സദസ്സിൽ വന്നിരിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. പണ്ട് കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഫുള്ള് ഇങ്ങനെ തന്നെയായിരുന്നോ ഈ മധുരം വെപ്പിന്റെ ചടങ്ങുകളൊക്കെ? അങ്ങനെയല്ല, മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു എന്താ പറയാ ചടങ്ങായിട്ട് നടത്തി തുടങ്ങിയത് റീസെന്റ് മേ ബി ഒരു 5 years ഒക്കെ ആയി കാണും, ഓർ മോർ ദാൻ 5 years. അപ്പോൾ മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കല്യാണം പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു രാത്രിത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ തന്നെ അവർ കഴിക്കുന്ന ഫുഡാണെങ്കിൽ തന്നെ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡിൽ തന്നെ ബാക്കിയുള്ളതോ ഇങ്ങനെ എന്താ പറയുക ബോട്ടി സംതിങ് അങ്ങനത്തെയൊക്കെ ഫുഡൊക്കെ ആയിരുന്നു വിളമ്പിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫാമിലിയിലത്തെ ആൾക്കാർ മാത്രം കൂടുന്ന ഒരു ഫംഗ്ഷൻ മാത്രമായിരുന്നു. പിന്നീട് കാലഹരണപ്പെട്ട് അത് ഇങ്ങനെ ഒരു ഹെൽത്തി ഫംഗ്ഷൻ പോലെ, റോസ് ഫംഗ്ഷൻ പോലെ, സംഗീത് ഫംഗ്ഷൻ പോലെയൊക്കെ മാറി. സോ നമ്മൾ ഒബ്വിയസ്ലി മധുരവെപ്പ് നടത്തുന്നത് നമ്മൾ ചെക്കനാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്നില്ലെങ്കിൽ മനസ്സമ്മതത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്നായിരിക്കും. അത് ചെക്കൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് മധുരം വെപ്പ്. അതൊരു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചടങ്ങ് പോലെയായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ അതൊരു എന്താ പറയുക ആഘോഷത്തിന്റെ ലെവലിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ മധുരവെപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ചെക്കന് ചെറിയ നാളുണ്ടെന്നുണ്ട്, മൈക്കിൽ സംസാരിക്കുന്നില്ല. അല്ല, അവര് വന്നോണ്ടിരിക്കുന്നുള്ളൂ. ആമ്പലൂര് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും ഇവിടെ വന്നതില് വളരെ സന്തോഷം. അതെ, കൊടകര കഴിഞ്ഞിട്ടില്ല, ആമ്പലൂർ കഴിഞ്ഞിട്ടുള്ളൂ. അവൻ ലൈവ് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജസ്രീന് എന്തായാലും ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. സോ അമ്പലൂർ എത്തിയില്ലേ? ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ വേറെ ലൊക്കേഷനിലായിണ്ടോ? നമ്മുടെ സമയത്തൊന്നും മധുരവെപ്പ് തലേദിവസം അങ്ങനെ ജസ്റ്റ് തലേദിവസത്തെ പരിപാടി എന്നല്ലാണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നില്ല. മനസ്സമ്മതത്തിന്റെ രാവിലെ അല്ലെങ്കിൽ കല്യാണത്തിന്റെ രാവിലെയാണ് നമ്മൾ മധുരം കൊടുത്തത്. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ആൻറ്റിയാണ് പപ്പയുടെ പെങ്ങളെ തന്നത്. ചില സ്ഥലത്ത് തലത്തൊട്ടപ്പൻ തലത്തൊട്ടമ്മ അങ്ങനെ കൊടുക്കും, നോ പ്രോബ്ലം. ആര് കൊടുത്താലും മധുരം കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ആര് കൊടുക്കുന്നു എങ്ങനെ നടത്തുന്നു എന്നുള്ളതല്ലോ. മധുരം വെപ്പെന്ന് ചന്ദനം ചാർത്തൽ എന്ന് പറഞ്ഞ് നടത്തും, ഹൽദി എന്ന് പറഞ്ഞ് നടത്തും ആൾക്കാർ. അപ്പൊ ബേസിക്കലി ഇതൊരു ഷെയറിങ് ഓഫ് ഹാപ്പിനെസ്. മധുരം പങ്കുവെച്ച് നമ്മൾ സന്തോഷം പങ്കുവെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പല കാലഘട്ടത്തിലും പല സഭകളിലും പല ലൊക്കേഷനുകളിലും ഇത് പല രീതിയിലായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. വൈകുന്നേരം പോകുന്ന ബെസ്റ്റിനും ജസ്റ്റിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട്. ഓക്കെ. പട്ടുമറ്റ വിരിച്ചതിലിരുത്താം നമുക്ക് കല്യാണ പാട്ടുപാടിയുഴത്താം. താരഹാരമണിഞ്ഞരാം ആനന്ദമുല്ലാസമെന്ന് ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. രാഗം മംഗളരാഗം, രാഗത്തിലായിരം ഗാനം, ഗാനം രാഗം മംഗളരാഗം, രാഗത്തിലായിരം വർണ്ണം, നൂറ് നൂറ് വർണ്ണമയോ. ചുവടുവെച്ചു പാടാം വാരിച്ചോരിക്കൊഴിയാം നമുക്ക് മധുവിധുവാസന്തരാവി. പട്ടുമത്ത വിരിച്ചതിലിരുത്താം നമുക്ക് കല്യാണ പാട്ടുപാടിയുഴത്താം. തോരാക്കാനന്ദം പോരാ, ചേലൊത്ത കുഴൽവിളി പോരാ, മിന്നൽ ചിലമ്പുലി വേണം നമുക്ക് മധുരത്തിൽ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ.
മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്ക് മധുവിധുവാസന്തരാവി പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരി കല്യാണ പാട്ടുപാടിയുണർത്താം താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേടാം ആശംസ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേടാം ആശംസ കുരുവികളെ വാവാ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർ ആശംസകളേതാ. അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തേരകളല്ല ചെമ്പാനം വാഴണ തോറയരയൻ അങ്ങേ കരയില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഡാൻസ് ചെയ്യാൻ വേണമെങ്കിൽ വരാട്ടോ താല്പര്യം. ഹലോ ഹലോ దేవుడా దేవుడా ఏడుమలే దేవుడా చూడుడా చూడుడా ఇంత పక్కం చూడుడా దేవుడా దేవుడా ఏడుమలే దేవుడా చూడుడా చూడుడా எங்க பக்கம் చూడుడా என் காலில் உள்ளங்கள் எல்லாமே வைரங்கள் ரிப்பீட் என் காலில் உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டு சபாஷே சக்தி எல்லாம் ஒன்று சேர்ந்தாலே ஓ சொர்க்கம் வரும் இந்த மண் மேலே ஓ ശൂരൻപടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻപടയുടെ പൊന്നുടി എന്തി കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും നേരം ഇന്നക്കരയുള്ളവർ ഇക്കരെ എത്തും തക്കിടതകിട് മേളം ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിൻ വെള്ളിത്തെ കാടും മഴയും പുഴയും കടം തേടി വരുന്നൊരു വള്ളിത്തേരാണേ വെൽമുരുകാഹരോഹരാഹോ വേലായുധാഹരോഹരാഹോ വെൽമുരുകാഹരോഹരാഹോ വേലായുധാഹരോഹര. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോറും നൽകാം ചാരിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് പച്ച മിഞ്ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. ഞാനും നളിയനും കൂടി തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചേനക്കണ്ടൻ
ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കുറുവടി പോലൊരു ചെറുപടി കൊണ്ട് അമ്മച്ചും വന്നേ വേലക്കാരൻ സായിപ്രാമ്പൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേരട്ട പോലൊരു തീവണ്ടിയല്ലേ കുമ്പിപ്പായണത് ആ വേലക്കാരൻ സായിപ്രാമ്പൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേരട്ട പോലൊരു തീവണ്ടിയല്ലേ കുമ്പിപ്പായണത് വേലക്കാരൻ സായിപ്രാമ്പൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേരട്ട പോലൊരു തീവണ്ടിയല്ലേ കുമ്പിപ്പായണത് ആ വേലക്കാരൻ സായിപ്രാമ്പൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേരട്ട പോലൊരു തീവണ്ടിയല്ലേ കുമ്പിപ്പായണത്. I am a disco dancer. 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 जिंदगी मेरा गाना मैं किसी का दीवाना. झूमो नाचो मेरे साथ नाचो गाओ. I am a disco dancer. 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 Thank you. തന്നെ നമ്മുടെ ബെസ്റ്റ് ജസ്റ്റിനെ പൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. ഗുഡ് ഈവനിങ്, വെൽക്കം എവ്രിവൺ. ബ്രൈഡ് ഫാമിലി എത്തിയിട്ടുണ്ട്. നമ്മൾ ഒഫീഷ്യൽ മധുരം കൊടുക്കൽ ചടങ്ങിലേക്ക് കിടക്കാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് അവർക്കൊരു വെൽക്കം കൊടുക്കാം. എല്ലാവരോടും എണീറ്റ് നിന്ന് അവരെ ക്ലാപ്പ് ചെയ്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇതുവഴി കാണുന്ന തടത്തിൽ അരിയൊരു പ്രേമലക്ഷമായി കുളിനിൽ തലനെയും നദി തന്റെ ഹൃദയം കുളകം സുരഭിതമാകും സുന്ദര സന്ധ്യ പരിനീർ മഴയിൽ കുളിരുമ്പോൾ സാമവേഗമേലി സദമപ സ്നേഹദുസ്തുമായി കാളിന്റെ തടത്തിൽ സദമപ പ്രേമലക്ഷമായി. നമ്മുടെ ജസ്റ്റിനും ബെസ്റ്റിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഇതൊരു നമുക്കൊരു ഹാപ്പി ഈവനിങ് ആണ്. ഇവരുടെ മനസ്സമ്മതം കഴിഞ്ഞു. അപ്പൊ മനസ്സമ്മതത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ എല്ലാവരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ആദ്യമായി നന്ദി പറയാണ്.
ഇനി നമുക്ക് ഇവർ രണ്ടുപേരും മാത്രമേ, ഒബ്വിയസ്ലി എല്ലാവരും ചോദിക്കുന്ന പോലെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ സ്റ്റേജിൽ. സോ ഇതെന്തായാലും ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് അല്ല. സോ നമുക്ക് ജസ്റ്റിന്റെയും അതേപോലെ തന്നെ ബെസ്റ്റിന്റെയും ഫാമിലീനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം, വേദിയിലേക്ക് ക്ഷണിക്കണം. അപ്പോഴാണ് ഈ ഒരു ഫ്രെയിം ഹാപ്പി ഫ്രെയിമായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ജസ്റ്റിന്റെ ഫാമിലി. ഗസ്റ്റ് അല്ല, ഇന്ന് നമ്മുടെ കുടുംബം തന്നെയാണ് ജസ്റ്റിന്റെ കുടുംബം എന്ന് പറയുന്നത്. സോ നമ്മുടെ കുടുംബത്തിൽ ഇഴചേർന്ന് പോകേണ്ട ആൾക്കാരാണ്. സോ ജസ്റ്റിന്റെ പാരന്റ്സ് ആയിട്ടുള്ള മിസ്റ്റർ പോൾസൺ ആൻഡ് ജെസ്സി പോൾസൺ സെന്ററിൽ കൂടെ വരുന്നു. ഇവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം. ജസ്റ്റിന് ആകെ ഒരു സിസ്റ്ററേ ഉള്ളൂ, ഐറിൻ ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. സോ ഐറിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ജസ്റ്റിനോടും ബെസ്റ്റിനോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് ആശംസിച്ചുകൊണ്ട് ഇനി ഞാൻ ബെസ്റ്റിന്റെ ഫാമിലിനെ ക്ഷണിക്കുകയാണ്. സോ ആദ്യം തന്നെ ബെസ്റ്റിന്റെ പാരന്റ്സ്, ബെസ്റ്റിന്റെ എല്ലാമായ മിസ്റ്റർ രാജു എ കെ ആൻഡ് ഷൈനി രാജു, ഇവരെ ഞാൻ വളരെയധികം സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ബെസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ ബെസ്റ്റിനാക്കി മാറ്റിയിട്ടുള്ള രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. രണ്ട് ബ്രദേഴ്സ് ആണ് ഉള്ളത്, ഒരാളല്ല. സോ എൽഡസ്റ്റ് ബ്രദർ മിസ്റ്റർ ബ്ലൈസൺ സാം രാജു ആൻഡ് ഹിസ് വൈഫ് ജിൻസി ബ്ലൈസൺ, ഒപ്പം അവരുടെ ക്യൂട്ട് ലിറ്റിൽ എറിക് ബ്ലൈസ്. ഇവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബെസ്റ്റിന്റെ എൽഡസ്റ്റ് ബ്രദർ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി യങ്ങസ്റ്റ് ബ്രദർ ആണ്, അത് ഞങ്ങൾ തന്നെയാണ്. സോ ഞാൻ വിളിക്കുകയാണ്. സോ മിസ്റ്റർ ബിബിൻ രാജു ആൻഡ് ഹിസ് വൈഫ് പ്രിയ ബിബിൻ, ഒപ്പം ക്യൂട്ട് ലിറ്റിൽ കാലിവൻസോ. ഞങ്ങൾ ക്ഷണിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല. സോ ഞങ്ങളെ തന്നെ അങ്ങനെ ക്ഷണിച്ചു. ഇവരൊന്നും എടുക്കാൻ വന്നതാണ്, അവരവിടെ ഇരിക്കായിരുന്നു. സോ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒഫീഷ്യൽ മധുരം കൊടുക്കൽ ചടങ്ങിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ട് ബെസ്റ്റിന് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റിന്റെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മേനെയാണ് ക്ഷണിക്കുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും, അതായത് ആർക്കൊക്കെയാണോ മധുരം കൊടുക്കേണ്ടത് എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് വിളിക്കാം. സോ പ്രിൻസിമേവ ആൻഡ് ബാജു പേപ്പൻ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് ബെസ്റ്റിന് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത്. അവിടെ ഈ സദസ്സിലിരിക്കുന്നവർക്ക് ഒരു എനർജിയുടെ കുറവുണ്ട്. സോ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യണം. ഈ മധുരം കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയറിങ് ഓഫ് സ്വീറ്റ്നെസ്, ഷെയറിങ് ഓഫ് ഹാപ്പിനെസ്. അതിൻ്റെ കൂടെ ഈ മധുരം കൊടുക്കുന്നതിലൂടെ നമ്മളെല്ലാം അവരെ ബ്ലെസ് ചെയ്യാണ്, അവർക്ക് നല്ലൊരു സന്തോഷകരമായ ജീവിതം മുന്നോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ ചടങ്ങിലും തുടർന്ന് അവരുടെ വിവാഹ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി പോകാനും എല്ലാവരുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാവരുടെ പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഗോഡ് ഫാദറിൻ്റെ അടുത്തും ഗോഡ് മദറിൻ്റെ അടുത്തും മൈക്ക് പാസ് ചെയ്യാം. ആദ്യം തന്നെ ബെസ്റ്റിനാണ് മധുരം കൊടുക്കുന്നത്, അതിനുശേഷം ജസ്റ്റിനും നിങ്ങൾ മധുരം കൊടുത്തിട്ട് പോകാവൂ. സോ ആദ്യം ഞങ്ങൾ 3 പ്രാവശ്യം, അറിയാലോ, 3 പ്രാവശ്യം ചോദിക്കും. ആദ്യത്തെ 2 പ്രാവശ്യം എല്ലാവരും കൊടുക്കാൻ പറ്റില്ല, ഇല്ല എന്ന് പറയണം. ലാസ്റ്റ് 3rd ടൈം പറയുമ്പോൾ കൊടുത്തോ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കാണ്. ചെറുക്കിന് മധുരം കൊടുക്കട്ടെ, ചെറുക്കിന് മധുരം കൊടുക്കട്ടെ, ചെറുക്കിന് മധുരം കൊടുക്കട്ടെ. കൊടുക്കാം. എല്ലാവരും ഒന്ന് കൈയടിക്കുക, പ്രാർത്ഥിക്കുക. പെണ്ണിന് മധുരം കൊടുക്കട്ടെ? വേണ്ട വേണ്ട. പെണ്ണിന് മധുരം കൊടുക്കട്ടെ? വേണ്ട. പെണ്ണിന് മധുരം കൊടുക്കട്ടെ? കൊടുക്കാം.
तुझे तो ये लगा, क्यों ना तुझे पहले मिला तुझे तो ये लगा, क्यों ना तुझे पहले मिला। वैसे ज्यादा नहीं है पहचान तुझसे, लगे फिर भी क्यों सब है आसान तुझसे। वैसे तो हम अजनबी, ऐसा कभी लगा नहीं। कभी तू भी बता मिलके मुझे तुझे क्या लगा। थोड़ी थोड़ी हलचल है तुझसे, थोड़ा थोड़ा तुझसे सुकून। थोड़ी थोड़ी हलचल है तुझसे, थोड़ा थोड़ा तुझसे सुकून। मिली तुझे तो ये लगा, क्यों ना मुझे पहले मिला। मिली तुझे तो ये लगा, क्यों ना मुझे पहले मिला। കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഈ സ്റ്റേജിൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരെ കൊണ്ട് മാത്രമായിട്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. ഇതേവരെ കാണാത്ത ഒരു കാര്യമാണ്. സോ ബെസ്റ്റിനെയും ജസ്റ്റിനെയും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയിട്ടുള്ള ഈ കേക്ക് പോലെ തന്നെ അവരുടെ ജീവിതം ഫുള്ള് സ്വീറ്റ് നിറഞ്ഞതാവട്ടെ, അല്ലെങ്കിൽ മധുരം നിറഞ്ഞതാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സോ ഇതോടുകൂടി നമ്മുടെ ഒഫീഷ്യൽ എല്ലാ ചടങ്ങുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരുടെ വക ഒരു ചെറിയ പെർഫോമൻസ്. അതിനുശേഷം പപ്പ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയിരിക്കും. എല്ലാവരും എൻജോയ് ചെയ്യുക, കഴിക്കുക, വർത്തനൊക്കെ പറയുക, ചിറ്റ് ചാറ്റ് ചെയ്യുക. സോ എൻജോയ് യുവർ ഹാപ്പി ഈവനിങ്. ബൈ.
يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها صبوحة خطبها نصيب من يدك كنا بتعطيها كف وهز شتك هيل خليك شبيب عطي رقصة الفريسة زيد عليها شوي عندي بيزة اكل محتر اللي نعرفه صيده سويلي وقفة دار هيبة عيل سوي رقصة بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا سوي رقصة ثانية رقصة المطرب കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ എൻ്റെ രാധേ നീ വരൂ താനെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ മാകഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ മാകഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വീല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വീല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ ഏത് തമ്പ്രാൻ വന്നാലും മലയിൽ വീഴും മനല്ല മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മനല്ല മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ രംഗനാഥൻ കോയിലേ തങ്കമക്കും സ്വാമിയേ രംഗനാഥൻ കോയിലേ തങ്കമക്കും സ്വാമിയേ വൃന്ദാവനക്കണ്ണാനിൽ വൃന്ദാവനത്തിൽ വായോ കൂത്തു കുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വീല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ മാർഗഴിയേ മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വീല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മാമനായി മാമനായി വന്നിതാ എൻ്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. Ladies and gentlemen, this one's for my dear friend and my favorite hero. We love you. देखो देखो है शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी देखो देखो है शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी दिल पर है दिलकश है दिलदार नजारे हैं आज ज़मीन पर उतरे कितने सितारे हैं बदलो होश नमी तानम हम है दिल है और जानम बस दीवानगी 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 है ना कोई ऐसा ना रह पर ये इल्जाम लगे किस पर बस दीवानगी 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 है all hot girls put your hands up and say Om Shanti all boys make some noise and say Om Shanti എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ നമ്മുടെ ബെസ്റ്റിന്റെയും ജസ്റ്റിന്റെയും ഒരു കപ്പിൾ ഡാൻസ് ഉണ്ട് സോ എല്ലാവരും കണ്ടുകൊണ്ട് ഫുഡ് എൻജോയ് ചെയ്യും कुछ
വെച്ച് തുടങ്ങിയെന്ന് അറിയാം. ഇവിടെ ബെസ്റ്റിനും ജസ്റ്റിനും കപ്പിൾ ഡാൻസ് കളിച്ചു. പഴയതാണെങ്കിലും ഇവിടെ വേറെയും കുറേ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളും എല്ലാവരും ഒരു കപ്പിൾ ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കപ്പിൾ ഡാൻസ് കപ്പിൾസ് ആയിട്ടുള്ള എല്ലാവരും, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും കപ്പിൾസ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് കടന്നു വരേണ്ടതാണ്. സോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പപ്പയും മമ്മിയും, ജസ്റ്റിന്റെ പപ്പയും മമ്മിയും, ഇവിടെ അങ്കിളുമാരും ആന്റിമാരും, പിന്നെ ഓൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 5-6 വർഷത്തിനുള്ളിലുള്ളവരും അതിനു മുൻപുള്ളവരും ശേഷമുള്ളവരും എല്ലാവർക്കും വരാം. അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും കപ്പിൾസ് ആയിട്ട് വന്നിട്ട് ഈ ഡാൻസ് കളിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് ചിലവർക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കപ്പിൾസ് ആയിട്ട് എല്ലാവരും മുന്നിലേക്ക് വരാം. നമ്മൾ സോങ് പ്ലേ ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ഫ്ലോറിൽ ഡാൻസ് ചെയ്യാം. താങ്ക് യു. ഫ്രണ്ടിൽ തന്നെ ബെസ്റ്റിന്റെ കുറെ ഫ്രണ്ട്സ് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവും. നിങ്ങൾ ഈ പറയണ കേട്ടപ്പോൾ ചിരിക്കണപ്പോൾ എനിക്ക് തോന്നി പാവങ്ങൾ, അവർക്ക് അവസരം ഇല്ലാത്തത് കൊണ്ടാണ്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നിങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ സെറ്റ് ചെയ്ത് വെച്ചോളൂ കപ്പിൾസിനെ. എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ബെസ്റ്റിന് മാതൃകയായിട്ടുണ്ട്, അതിന് മുന്നും മാതൃകയായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ ബെസ്റ്റിന് ഇപ്പൊ മാതൃകയായത്. മിണ്ടാതിന്നു നാമെല്ലെങ്ങു മാഞ്ഞിടവേ, തമ്മിൽ കോർക്കുമാ കൈകളെങ്ങു പോയിടവേ, ഇടവഴികളിലെന്നും നമ്മൾ ഒരു കുടയതിലൊന്നായി തമ്മിൽ ഒടുവിലെ മിഴിനീരം മായിച്ചിന്നു നാം മായവേ. മുകിലലയുമി പടവുകൾ മറയാതിരുമനമതിലൊരു കനവിന്നു നാം കാണവേ, താരങ്ങൾ താടും സന്ധ്യയിൽ താങ്ങായി നാം മാറുമ്പോൾ താഴ്വാരം പൂക്കൾ മൂടവേ ഒന്നായി മാറിടവേ, പകലുകൾ അതിവേഗം തീരവേ പതിവിലും അതിവേഗം നെഞ്ചിൻ താളങ്ങളും മാറുന്നിത നോവിൻ കുളിരായി, മൊഴിയാൽ പുണരാനിനി എന്നോരം കടലിൻ തിരയായി വന്നപ്പോൾ പറയാതൊരു നാൾ തിരിയും നീരത്തീരമോ ഏകമായി. आसमां को तकदीर सुना के इस तरह पड़े प्यार में, यहाँ वहाँ क्यों घूम रहा तू, मिलने से बिना मिले, तोरे बिना अंगना भी सुना रसिया। ऐसे ये बताए तुझे दिल में बैठाए, तेरा सजदा करूँ हाँ तेरे आगे सर झुकाए, सपना सजाए तेरा अपना बना ले मुझे, बाकी जो मर्जी तेरी, नैना भागे खाए तक दे राह बोले, हाँ सजन मोरे आँखों में बसाऊं तुम्हें, तेरे हवाले ऐसे रब से दुआएं मांगे, पिया तेरे हवाले
सोयूं बीत गए यूं, न जाने कहाँ खो गए हो, कैसे बताए नैना मिले।
പരദേശി നാന്നൂറും വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേക്കാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ പണ്ടേ കപ്പലിൽ വന്ന്